ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാരായി നമ്മുടെ മേൽ വലുതായ ദയയുടെ കുട വിരിച്ചിരിക്കുന്ന കരുണാമയനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനം, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തീയ അഭിവാദ്യങ്ങൾ, വന്ദനങ്ങൾ. നിങ്ങളോടുകൂടെ ഈ ദിവസങ്ങളിലായിരിക്കാൻ എനിക്കും ഇടയായതിൽ സന്തോഷിക്കുകയും പ്രത്യേകമായ കൃതജ്ഞത കർത്താവിൻ്റെ നാമത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് നിങ്ങൾ കേട്ടു. മാവേലിക്കരയ്ക്കടുത്ത് ഇറവൻകര എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് മർത്തോമ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എനിക്ക് 1984 ഡിസംബർ മാസം 16-ാം തീയതി രക്ഷിക്കപ്പെടുവാനും 19-ാം തീയതി വിശ്വാസ സ്നാനം സ്വീകരിപ്പാനും 86 ജനുവരി മാസം 3-ാം തീയതി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനും 88 മുതൽ 92 വരെ ദൈവവചനം പഠിക്കുവാനും ദൈവം അവസരം തന്നു. 96-ൽ വിവാഹിതനായി 2 ആൺകുട്ടികളെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. 92-ൽ ബൈബിൾ സ്കൂൾ പഠനാനന്തരം ഉത്തരഭാരതത്തിലേക്ക് വരികയും അന്ന് മുതൽ ചർച്ച് ഓഫ് ഗാഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ സെൻട്രൽ വെസ്റ്റ് റീജിയനുമായി ബന്ധപ്പെട്ട് ഐക്യപ്പെട്ട ഇടങ്ങളിൽ UP-യിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമായി കർത്താവിൻ്റെ വേല ചെയ്തു വരികയും ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളെയും പ്രാർത്ഥനയിൽ സ്മരിക്കുന്നത് അനുഗ്രഹകരമായിരിക്കും. ഇവിടേക്ക് വരുവാനും താമസിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി തന്ന് സഹായിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രി സംസാരിച്ച വചനത്തിൻ്റെ തുടർച്ചയായി ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ വാക്യങ്ങളും എഴുതി കൊടുത്തിരുന്നത്. ഒരു ചെറിയ ചേഞ്ച് അതിൽ വരുത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും പറയുന്നതിനുള്ള അവസരത്തെ ഞാൻ വെട്ടിച്ചുരുക്കിക്കൊണ്ട് മറ്റ് ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ ആയ യോഹന്നാൻ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് എന്ന് വേദപഠിതാക്കൾക്കറിയാം. അദ്ദേഹം തൻ്റെ 3 കത്തുകളും അല്ലെങ്കിൽ സുവിശേഷവും ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും എഴുതിയപ്പോൾ അത് എഴുതിയതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് 3 ഇടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തൻ്റെ ലേഖനം, താൻ പ്രത്യേകിച്ച് 1-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനം എഴുതുവാനുള്ള 5 കാരണങ്ങൾ താൻ നമ്മോട് പറയുന്നു. അതിൽ 5-ാമത്തെ കാരണം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 5-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവിടെ നാം വായിക്കുന്നു, യോഹന്നാൻ ഈ ലേഖനം എഴുതിയ ലക്ഷ്യം നാം എന്തോ അറിയുവാൻ വേണ്ടിയാണ്. എന്ത് അറിയണം? നമുക്ക് നിത്യജീവനുണ്ട് എന്ന് നാം അറിയണം. നിത്യജീവൻ പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നാം 2 സന്ദേശങ്ങൾ ഇതിനോടകം കേട്ടു കഴിഞ്ഞു. സങ്കീർത്തനത്തിൽ നിന്ന് നാം ഒരു ഭാഗം കേട്ടു. ഞാനതിനെ ഇങ്ങനെ ക്രോഡീകരിക്കാം. ദൈവസഭ എന്ത്? Purposed by God the Father, purchased by God the Son, preserved by God the Holy Spirit. പിതാവായ ദൈവത്താൽ പദ്ധതിയിടപ്പെട്ടതും പുത്രൻ തമ്പുരാനാൽ വിലയ്ക്കു വാങ്ങപ്പെട്ടതും പരിശുദ്ധാത്മാവാം ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നതുമായ ഒന്നാണ് ദൈവസഭ എന്ന് നാം കേട്ടു. തിരുവത്താഴ ശുശ്രൂഷയിൽ
അതിനുവേണ്ടി നമ്മുടെ കർത്താവ് കൊടുത്ത വിലയെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. സ്തോത്രം. അതിൽ ഒന്ന്, നാം പുറകോട്ട് നോക്കി കുരിശിനെ കാണണമെന്നും അകത്തേക്ക് നോക്കി നമ്മെ തന്നെ കാണണമെന്നും മുൻപോട്ട് നോക്കി വരുവാനുള്ള മഹത്വത്തെ ദർശിക്കണമെന്നും നാം കേൾക്കുകയുണ്ടായി. ഒരു ചെറിയ ആലോചന ലഭിച്ച സമയസീമയ്ക്കുള്ളിൽ നിങ്ങളുമായി പങ്കുവെച്ച് ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ അപ്പോസ്തലന്മാരിൽ ഒരുപക്ഷെ സ്വാഭാവിക മരണം വരിച്ച ഏക അപ്പോസ്തലൻ യോഹന്നാൻ. യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശീകരണ വേള ഉൾപ്പെടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന ഏക അപ്പോസ്തലൻ. പത്രോസിനെ പോലെ ഒരു വലിയ വെളിപ്പാട് ലഭിച്ചില്ലെങ്കിലും അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയും ഒക്കെ പോലെ ചിലരെ കർത്താവിലേക്ക് നടത്തുവാനോ ചില പ്രത്യേക പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുവാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ ഹൃദയമിടിപ്പുകളെ എണ്ണുമാറ് തന്റെ മാറിനോട് ചാരിയിരുന്ന് ദൈവികമായ കൂട്ടായ്മ അത്യധികം അനുഭവിച്ച അപ്പോസ്തല ശ്രേഷ്ഠൻ. താൻ നമുക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ നമുക്ക് എഴുതുവാനുള്ള കാരണം എന്തെന്ന് അവിടെ പറയുന്നു. അതിൽ 5-ാമത്തെ കാരണമാണ് നാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് നിത്യ ജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അതിനാണ് യോഹന്നാൻ ഇത് എഴുതിയിരിക്കുന്നത്. ഈ പകലിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അവകാശമായി മറ്റൊന്നും ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. യേശുക്രിസ്തുവിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ, മുമ്പേ കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ, ഭൗമലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ണുവാനും ഉടുക്കുവാനുമുള്ളത്, അല്ലെങ്കിൽ തിന്മാനും കുടിപ്പാനും ഉടിപ്പാനുമുള്ളത് നൽകിത്തരാം എന്ന വാഗ്ദത്തം മാത്രമേ കർത്താവ് നൽകി തന്നിട്ടുള്ളൂ. ഞാൻ പലയിടങ്ങളിലും ചെയ്യുന്നത് പോലെ ഇവിടെയും സ്തോത്രം ഞാൻ താല്പര്യപ്പെടുന്നു, അത് എനിക്കും നിങ്ങൾക്കും ലഭിച്ചു എന്ന് നാം വിശ്വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. കർത്താവ് നമുക്ക് ഭൗമികമായി തരാം എന്ന് പറഞ്ഞത് പൂർണ്ണമായും കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ ശാന്തമായിരിക്കണം കേട്ടോ. നമുക്ക് നൽകിത്തരാമെന്ന് പറഞ്ഞത് കർത്താവ് തന്നു. തരാമെന്ന് പറഞ്ഞതിനേക്കാൾ അധികവും അവൻ നമുക്ക് നൽകി തന്നു. സത്യം പറഞ്ഞാൽ ഭൗമിക ലോകത്തിൽ ഇനിയും എനിക്കും നിങ്ങൾക്കും നൽകി തരുവാനായിട്ട് ദൈവത്തിന്റെ പക്കൽ കടപ്പാടുകൾ മറ്റൊന്നുമില്ല. പറഞ്ഞതും പറഞ്ഞതിലധികവും എനിക്ക് നിങ്ങൾക്ക് നൽകി. ഉണ്ണുവാനും ഉടുക്കുവാനും, അല്ലെങ്കിൽ തിന്നുവാനും കുടിക്കുവാനും ഉടുക്കുവാനുമുള്ളത് നാം കർത്താവിനെ അനുഗമിച്ചാൽ തരാമെന്നായിരുന്നു പറഞ്ഞത്. തന്നല്ലോ, അത് തന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മറ്റൊന്നും എനിക്കും നിങ്ങൾക്കും അവകാശമായി ഈ നശ്വര ലോകത്തിൽ ഒരുപക്ഷെ കാണുകയില്ല. ഒരുപക്ഷെ കർത്താവ് നൽകി തന്നിട്ടുണ്ടാവില്ല. അഥവാ നൽകി തന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മുടേതാണെന്ന നിലയിൽ അവകാശം പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയും വേണ്ട. ഒരു പൊസസീവ്നെസ് ഇതിനെ കുറിച്ചൊന്നും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുവാനും പാടില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും മറ്റൊന്നും ഇല്ലെങ്കിലും ഉള്ളതായി അറിയേണ്ടത്, സ്തോത്രം, തിരിച്ചറിയേണ്ടത് ഇവിടെ പറയുന്നു നിത്യജീവനാണ്. നിത്യജീവൻ എന്താണ്? നിത്യജീവൻ എന്തല്ല നിത്യജീവൻ? നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചിന്ത മാത്രമാണ് നിങ്ങളുമായി ഞാൻ ഇന്ന് പകൽ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ദൈർഘ്യം കൊണ്ട് അളക്കപ്പെടുന്ന ഒന്നല്ല. കാരണം സ്വർഗത്തിലുള്ള ജീവനെ നിത്യജീവനെന്നും നരകത്തിലുള്ള ജീവനെ നിത്യ മരണമെന്നും അല്ലെങ്കിൽ രണ്ടാം മരണമെന്നുമാണല്ലോ തിരുവെഴുത്ത് വിളിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ജീവിതത്തിന്റെ ദൈർഘ്യമല്ല, കാലഘട്ടമല്ല നിത്യജീവൻ അല്ലെങ്കിൽ നിത്യമരണം എന്നൊന്നിനെ വിവക്ഷിക്കുന്നത്. പിന്നെന്താണ്? ഒരർത്ഥത്തിൽ ഭാഷയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുവാൻ സാധിക്കും, ആ ജീവിതത്തിന്റെ ഗുണവത്തതയാണ്, നോട്ട് ദ ഡ്യൂറേഷൻ but the quality of life which determines whether it's eternal life or it's eternal death. അപ്പോൾ ഗുണവത്തതയാണ് സ്തോത്രം നിത്യത എന്നതുകൊണ്ട് അവിടെ വ്യക്തമാക്കുന്നത്, കാലദൈർഘ്യമല്ല. കാരണം സ്വർഗത്തിലും അവസാനിക്കാത്ത ജീവനാണ്, നരകത്തിലും അവസാനിക്കാത്ത ജീവനാണ്. രണ്ടിടങ്ങളിലും അവസാനിക്കാത്ത ജീവനാണെങ്കിലും ഒരിടത്തേതിനെ നിത്യ ജീവനെന്നും മറ്റേടത്തേതിനെ നിത്യ മരണമെന്നും വിളിക്കുന്നു. എന്തുകൊണ്ട്? എന്താണ് നിത്യത എന്ന് പറഞ്ഞാൽ?
നമ്മുടെയൊക്കെ ദൃഷ്ടികളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശ എന്താണ്? പ്രതീക്ഷ എന്താണ്? സ്തോത്രം. ചിലർ കരുതുന്നത് സ്വർഗം അക്ഷരീയമായതും നരകം അക്ഷരീയമല്ലാത്തതുമാണെന്നാണ്. എന്നാൽ അരുത്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളും മനസ്സിലാക്കണം, ഇത് രണ്ടും അക്ഷരീയമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്. സ്തോത്രം. രണ്ട് ഘടകങ്ങളാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന്. അപ്പോൾ അവിടെ പറയുന്ന ഈ അറിവ് ഭൗതികമായ ഒരു അറിവല്ല, മറിച്ച് റിലേഷണൽ നോളജ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളജ്. പിതാവായ ദൈവത്തെ കുറിച്ചും പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുമുള്ള ഭൗതികമായ ഒരു സൂചനയോ അറിവോ അല്ല, മറിച്ച് ത്രിയേക ദൈവവുമായിട്ടുള്ള അനുഭവജ്ഞാനം, ത്രിയേക ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം, അതാണ് അവിടെ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർക്കണേ സഹോദരങ്ങളെ, സ്തോത്രം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിനെ പഠിപ്പിച്ചൊരു വസ്തുത ഇങ്ങനെയാണ്: ലോകത്തിലുള്ള സംഗതികളെ 5ആയിട്ട് തരം തിരിച്ച് നാം പഠിക്കണമെന്ന്. 1 ലൗകികം എന്ന് പറയും, വേൾഡ്ലി. 2 എർത്ത്ലി ഓർ മെറ്റീരിയൽ, ഭൗതികം എന്ന് പറയും. 3-ാമത്തേത് സ്പിരിച്വൽ അഥവാ ആത്മീയം. 4 ഹെവൻലി അഥവാ സ്വർഗീയം. 5 ഡിവൈൻ അല്ലെങ്കിൽ ദൈവികം. അതിൽ ലൗകികം തികച്ചും പാപം, അതിൽ യേശുവും അരുത്. ഭൗതികം അത് ആവശ്യത്തിനെ ആകാവൂ. ആത്മീയം അത് കൊള്ളാം, പക്ഷേ അതിൽ തന്നെ ആത്യന്തികമല്ല. സ്വർഗം അല്ലെങ്കിൽ സ്വർഗീയം അതിലും ഉത്തമമാണ്, പക്ഷേ അതും ആത്യന്തികമല്ല. സ്വർഗം കൊണ്ടുപോലും തൃപ്തിപ്പെടരുത്. സ്വർഗം കൊണ്ടുപോലും തൃപ്തിപ്പെടുന്നവരല്ല ദൈവത്തിന്റെ ജനം, യഥാർത്ഥമായും നിത്യജീവൻ പ്രാപിച്ചവർ. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് കേവലം സ്വർഗത്തിൽ എത്തുന്ന ഒരു വസ്തുതയല്ല, മറിച്ച് അതിലും അപ്പുറത്താണ്. അതുകൊണ്ട് നിത്യം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ ആ കാര്യം നമുക്ക് പിടികിട്ടും. ഈ എന്താണ് നിത്യം എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത്? അത് സത്യം പറഞ്ഞാൽ നിത്യം എന്നതിന്റെ അർത്ഥം അനന്തമെന്നല്ല. അത് ഒരു വശം മാത്രമേ ഉള്ളൂ, അൺഎൻഡിങ്. അത് ഒരു വശം മാത്രമേ ഉള്ളൂ. നിത്യം എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ അഥവാ സനാതനം. സനാതനം എന്നുള്ളതിന് ഒരു നല്ല നിർവചനം തിരുവെഴുത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനത് മുഖവുരയിൽ ഒന്ന് ഓർപ്പിച്ചിരുന്നു. എങ്കിലും നമുക്കൊന്ന് നോക്കാം. 90-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ മോശ തന്റെ ജ്യേഷ്ഠന്റെ മരണസമയത്ത് ദൈവത്തെ കുറിച്ച് പറഞ്ഞ ഒരു ഘടകമുണ്ട്. അതിങ്ങനെയാണ്: നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നിത്യം അഥവാ സനാതനം എന്നതിന്റെ നിർവചനമാണ് നാം അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്തത്, ആരംഭവും അവസാനവും ഇല്ലാത്തത്. നാം പറയുന്ന നിത്യജീവൻ എന്ന് പറയുന്നത്, സ്തോത്രം, നാം പ്രാപിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്നത്, നാം പ്രവേശിക്കുന്ന നിത്യത എന്ന് പറയുന്നത്, അത് ഒടുക്കമില്ലാത്ത അനന്തം മാത്രമായിരിക്കുമ്പോൾ വേദപുസ്തക ഭാഷയിൽ നിത്യം എന്നത് അനന്തം മാത്രമല്ല, അനാദി കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടി. ഇങ്ങനെ അനാദിയായും ശാശ്വതമായിട്ടുമുള്ള എന്തൊക്കെ ഈ ബ്രഹ്മാണ്ടത്തിലുണ്ട്? നമ്മുടെ അറിവിൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്തതായി ആരെല്ലാം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്? ഉത്തരം ഒന്നേ ഉള്ളൂ. അവിടെ നാം വായിക്കുന്ന ദൈവം ഒഴികെ മറ്റ് ആരും, ദൈവം ഒഴികെ മറ്റൊന്നും അനാദിയായും ശാശ്വതമായിട്ടുമില്ല. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ സ്വർഗം പോലും സനാതനമല്ല, സ്വർഗം പോലും നിത്യമല്ല. സ്തോത്രം. പറയട്ടെ സഹോദരങ്ങളെ, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒന്നേ ഉള്ളൂ. സൃഷ്ടിയല്ലാത്തത് എന്തൊക്കെയുണ്ടോ, സൃഷ്ടിയല്ലാത്തത് എന്തൊക്കെയുണ്ടോ അത് മാത്രമേ തുടക്കവും ഒടുക്കവും ഇല്ലാത്തതായിട്ടുള്ളൂ. സ്തോത്രം. സ്വർഗം സൃഷ്ടിയാണോ അതോ സൃഷ്ടിയല്ലയോ? തിരുവെഴുത്ത് പറയുന്നു, സ്വർഗവും
ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയാണെങ്കിൽ അതിനൊരു ആരംഭമുണ്ട്. ആരംഭമുണ്ടെങ്കിൽ അത് അനന്തമാണെങ്കിലും സനാതനമല്ല. അങ്ങനെയെങ്കിൽ സ്രഷ്ടാവായ ദൈവം ഒഴികെ ഇഹത്തിലാകട്ടെ പരത്തിലാകട്ടെ ഒന്നും തന്നെ നിത്യമായിട്ടില്ല, സനാതനമായിട്ടില്ല. സ്രഷ്ടാവായ ദൈവം മാത്രമേ സനാതനമായിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നിത്യജീവന്റെ അർത്ഥം എന്താണ്? വളരെ ലളിതം. സനാതനനായ ദൈവത്തിന്റെ സനാതനമായ ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആവർത്തിക്കുന്നു, തുടക്കവും ഒടുക്കവുമില്ലാത്ത, ആരംഭവും അവസാനവുമില്ലാത്ത, അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന സൃഷ്ടികർത്താവായ സ്രഷ്ടാവിന്റെ ജീവനും മാത്രം പറവാൻ കഴിയുന്ന നാമമാണ്, പേരാണ് നിത്യജീവൻ. എനിക്കും നിങ്ങൾക്കും ആ ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ കേവലം ഒരു അനന്തമായ ജീവൻ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, സ്തോത്രം, അതിലുമുപരിയായി എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ജീവൻ നരകത്തിലേതുപോലെ തീരാത്തൊരു ജീവനല്ല. പ്രത്യുത സനാതനനായ ദൈവത്തിന്റെ അതേ ജീവനാണ്, അതേ ഗുണവത്തതയുള്ള, അതേ മേന്മയുള്ള, അതേ ഘടകങ്ങളുള്ള ഒരു ജീവനാണ് എനിക്കും നിങ്ങൾക്കും ദൈവം നൽകി തന്നിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ലോകത്തിലുള്ള മനുഷ്യരെ കുറിച്ച്, പാപികളെ കുറിച്ച്, അവർ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്ന് മരിച്ചവരായിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥമായ മരണം എന്ന് പറഞ്ഞാൽ, ഇന്നലെയും ഞാൻ ഓർപ്പിച്ചുവല്ലോ, ദൈവത്തിൽ നിന്നുമുള്ള വേർപാടാണ്. സ്തോത്രം. മരണം, death is the conscious existence in separation from God, the source of life. Life is conscious existence in communion with God, the source of life. ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നും അകന്ന് ഉള്ള അസ്തിത്വത്തിന് മരണമെന്നും, ജീവന്റെ ഉറവിടമായ ദൈവത്തോട് ഒരുമിച്ചുള്ള ജീവിതത്തിന്, ആസ്തിക്യത്തിന് ജീവനെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്ന് നാം തിരിച്ചറിയേണ്ട ജീവൻ കേവലം അവസാനിക്കാത്ത ഒരു ജീവനല്ല. പ്രത്യുത ദൈവത്തിന്റെ അതേ ജീവൻ എനിക്കും നിങ്ങൾക്കും പകർന്നതെന്ന് ജീവനായ ക്രിസ്തുവിനോടുകൂടെ, ജീവനായ ദൈവത്തോടുകൂടെ നിത്യത മുഴുവനും ചിലവഴിക്കുവാൻ നൽകപ്പെടുന്ന ഭാഗ്യകരമായ അനുഭവത്തിന്റെ പേരാണ് നിത്യ ജീവൻ എന്നുള്ളത്. Praise the Lord. സ്തോത്രം. പലരും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്വർഗം കൊണ്ടുപോലും തൃപ്തിപ്പെടരുതെന്ന്. കാരണം എന്താ? സ്വർഗവും അതിൽ തന്നെ നിത്യമല്ലാതിരിക്കുമ്പോൾ, സ്വർഗവും അതിൽ തന്നെ ആത്യന്തികമല്ലാതിരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും പ്രത്യാശിക്കുവാൻ ആത്യന്തികമായിട്ടുള്ളത് നിത്യജീവന്റെ ഉറവിടമായ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാ. ആ ദൈവത്തെ കവിഞ്ഞ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ മറ്റൊന്നും നമ്മുടെ ദൃഷ്ടികളുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ല. സ്തോത്രം. എന്താണ് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ ലഭിക്കുവാൻ പോകുന്നത്? ഈ ഭൂമിയിലെ കഷ്ടതകൾ മാറിയുള്ള സൗഭാഗ്യകരമായ ഒരു ജീവിതമാണെന്ന് നമുക്കറിയാം. പക്ഷേ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് അവിടെയുള്ള സൗഭാഗ്യങ്ങളല്ല. പലരും ചിന്തിക്കുന്നത് ഈ ഭൂമിയിലും അവിടെയുമൊക്കെ ഭൗതികമായ നിലയിലാണ് സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. പ്രിയരെ, അല്ല. എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകൾ അവയ്ക്കും അപ്പുറമായിരിക്കണം. സ്വർഗം സുന്ദരമാണ്, ശരി തന്നെയാ. സ്വർഗം മനോഹരമാണ്, ശരി തന്നെയാ. അവിടെ വെളിപ്പാട് 21-ൽ നാം വായിക്കുന്നത് പോലെ കഷ്ടതകളും പട്ടിണിയും കണ്ണുനീരും രോഗവും മരണവും ദുഃഖവും ഒന്നുമില്ല, ശരി തന്നെയാ. എന്നാൽ സ്വർഗത്തെ സ്വർഗമാക്കി തീർക്കുന്നത് അവിടെ ഇല്ലെന്നു പറയുന്ന നകാരാത്മകമായ, നിഷേധാത്മകമായ, വേദനാജനകമായ അനുഭവങ്ങളല്ല, അല്ലെങ്കിൽ അവയുടെ അസാന്നിധ്യമല്ല. പ്രത്യുത സ്വർഗത്തെ സ്വർഗമാക്കുന്നത് അവിടെ ഉള്ള ഒരുവന്റെ സാന്നിധ്യമാണ്. Praise the Lord. ഇന്ന് പകലിൽ ഈ യോഗത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയിരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് കാക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത,
സ്വർഗത്തിൽ സുന്ദരമായ പുതിയ യെരൂശലേമിൽ ഞാൻ പോയി വസിക്കുക എന്നുള്ളതല്ല. പ്രത്യുത തന്റെ പുത്രനേക്കാൾ അധികം എന്നെ സ്നേഹിച്ചവനും തന്റെ ജീവനേക്കാൾ അധികം എനിക്ക് വിലമതിച്ചവനുമായ സത്യദൈവത്തിന്റെ അക്ഷരീക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ സ്വർഗം, ആ സ്ഥലം, അതാണ് നമ്മുടെ കൊതിയായി മാറേണ്ടത്, നമ്മുടെ കാംക്ഷയായി തീരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗം കൊണ്ടും നാം തൃപ്തിപ്പെടരുതെന്ന്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടി വീട്ടിൽ പപ്പയും അമ്മയും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞ് വീട്ടിൽ വരുമ്പോഴറിയുന്നത് അമ്മ ആശുപത്രിയിലാണെന്ന്. ആ കുട്ടിക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അമ്മ ഒരുക്കി വെച്ച വിഭവങ്ങൾ ആസ്വദിച്ച് ടിവിയോ കമ്പ്യൂട്ടറോ ഓൺ ചെയ്ത കുട്ടി അമ്മ ഇല്ലാത്ത വീട്ടിൽ ഇരിക്കുവാൻ ഇഷ്ടപ്പെടാതെ ആ സംഗതികളൊക്കെ വിട്ടിട്ട് പരിമിതികൾ മാത്രമുള്ള, മരുന്നിന്റെ മണം മാത്രം നിലനിൽക്കുന്ന, ആരോഗ്യമില്ലാതെ അമ്മ ശയ്യാവലംബയായിരിക്കുന്ന ആശുപത്രിയിലേക്ക് പോയി അമ്മയോട് കൂടെ ഇരിക്കുവാൻ, അമ്മയുടെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ ആ കുഞ്ഞ് ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ആമേൻ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, എല്ലാം സമൃദ്ധിയായിട്ടുള്ള, പക്ഷെ അമ്മയുടെ സാന്നിധ്യം ഇല്ലാത്ത വീടിനേക്കാൾ മറ്റു യാതൊന്നുമില്ലാത്ത അമ്മയുടെ സാന്നിധ്യം മാത്രമുള്ള ആശുപത്രി മുറിയാണ് ആ കുഞ്ഞിന് പ്രിയങ്കരമെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾ ഓർക്കണം, നിത്യജീവന്റെ വിശേഷത എന്ന് പറയുന്നത് ആമേൻ നമ്മുടെ ദൈവത്തിന്റെ അക്ഷരീയമായ സാന്നിധ്യത്തിന്റെ നിറവാണ്. ഈ രാത്രിയിൽ, ഈ പകലിൽ അത് ആഗ്രഹിക്കുന്ന, അത് കൊതിക്കുന്ന, അത് നുകരുവാൻ വേണ്ടി കൊതിയുള്ള ഹൃദയമുള്ള വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെ സ്വർഗമാക്കി തീർക്കുന്നത് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമാണ്, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമാണ്. സ്തോത്രം. ഒരു വാക്യവും കൂടെ അതോടൊപ്പം ഞാൻ വായിപ്പാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 1:9-10 വാക്യങ്ങൾ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ, അതാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം. വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യ ജീവനും നിത്യ ശിക്ഷാവിധിയും ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നിത്യ ശിക്ഷാവിധി എന്ന് പറയുന്നിടത്ത് 2 സംഗതികൾ ഇല്ലെന്ന് പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒന്ന്, കർത്താവിന്റെ സന്നിധാനമില്ല, അഥവാ the presence of God, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഇടം. 2, അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം, ദൈവ തേജസ്സിന്റെ നിറവില്ലാത്ത ഇടം. സ്തോത്രം. അങ്ങനെയുള്ള ഒരു നിത്യ ശിക്ഷാവിധി അനുഭവിക്കുമെന്നാണ് ഒരു വസ്തുതയെ കുറിച്ച് പറയുന്നതെങ്കിൽ, മറുഭാഗം നിത്യജീവനിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന 2 ഘടകങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവിന്റെ സന്നിധാനം. 2, അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം. പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകുവാൻ എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അവിടേക്ക് പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? സ്തോത്രം. ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമാണോ അവിടേക്ക് പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? സ്തോത്രം. അവിടേക്ക് പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അതായിരിക്കണം. ഞാന് പലയിടങ്ങളിലും യാത്ര ചെയ്തിട്ട് മടങ്ങി വീട്ടിലെത്തുമ്പോൾ സാധാരണ ഞാൻ കുട്ടികൾക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കൊണ്ട് പോകാറില്ല. വിദേശത്ത് നിന്നായാലും സ്വദേശത്ത് നിന്നായാലും. അതിനൊരു കാരണമുണ്ട്. ഞാൻ അതിന്റെ നന്മ അനുഭവിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ, ഞാൻ എവിടെ നിന്നായാലും ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അയലത്തുകാരൊക്കെ കുട്ടികളോട് ചോദിക്കുന്നത് പപ്പ വരുമ്പോൾ എന്ത് കൊണ്ടുവരുമെന്ന. എന്നാൽ കുട്ടികൾ കാത്തിരിക്കുന്നത് ഞാൻ കൊണ്ടുചെല്ലുന്ന സാധനങ്ങളെയല്ല, മറിച്ച് അവരുടെ അപ്പൻ മടങ്ങി ചെല്ലുന്ന സന്തോഷത്തിലാണ് കുട്ടികൾ ഭവനത്തിലായിരിക്കുന്നത്. എന്തു മനസ്സിലായി? നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ അവങ്കിൽ നിന്ന് ലഭിക്കുന്ന ചില നന്മകളല്ല നമ്മുടെ പ്രതീക്ഷയായിരിക്കേണ്ടത്. സ്തോത്രം. അവൻ നമുക്ക് നന്മകൾ നൽകും.
അവൻ നമുക്ക് ഉത്തമമായത് നൽകും എന്നത് വാസ്തവമാണെങ്കിലും, സ്തോത്രം, കുട്ടികൾ കാത്തിരിക്കുന്നത് അവരെ സ്നേഹിക്കുന്ന ഒരപ്പന്റെ സാന്നിധ്യത്തിന് വേണ്ടി എന്നതുപോലെ അപ്പൻ കൊണ്ടുവരുന്നത് എന്താണെന്ന് പെട്ടി പരിശോധിക്കാത്ത കുട്ടികളെ പോലെ, പോക്കറ്റ് തപ്പി നോക്കാത്ത ഭാര്യയെയോ കുട്ടികളെയോ പോലെ ഇന്ന് പകലിൽ ഈ തിരുവെഴുത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവജനം ആഗ്രഹിക്കേണ്ട ഒന്നുണ്ട്. എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവമേ, അങ്ങയോട് കൂടെയുള്ള അങ്ങയുടെ അക്ഷരീക സാന്നിധ്യത്തിന്റെ നിറവിലുള്ള ഒരു ജീവിതമാണ് എനിക്ക് പ്രിയങ്കരമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനുള്ള വാഞ്ച എന്നിൽ നിങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു കാര്യം വാസ്തവമാണ്, പുതിയ യെരൂശലേമിന്റെ വഴി, വീഥി, നമ്മൾ പാട്ട് പാടുന്നത് പോലെയും വെളിപ്പാട് 22-ാം അധ്യായം പറയുന്നത് പോലെയും വീഥി സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കം കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. വീഥി എന്ന് പറഞ്ഞാൽ വഴി. ഞാൻ പലയിടത്തും ആവർത്തിച്ചു പറയുന്ന ഒരു സംഗതിയായത്. സ്തോത്രം. സ്വച്ഛ സ്ഫടികം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഗ്ലാസ് കണ്ണാടി. അതിനു തുല്യമായ തങ്ക നിർമ്മിതം എന്ന് പറഞ്ഞാൽ കണ്ണാടി പോലെയുള്ള തങ്കം. നാം ആരും അത് കണ്ടിട്ടില്ല. നമുക്ക് നന്നായി കണ്ണാടി പോലെ കാണാൻ പറ്റുന്ന ഒരുപക്ഷെ സുതാര്യമായ ട്രാൻസ്പെറന്റ് ഗോൾഡും കൊണ്ടുണ്ടാക്കപ്പെട്ട വീഥികളുള്ള ഒരു പട്ടണം, ഒരു മഹാനഗരമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വാസ്തവം തന്നെയാണ്. ഒരു കാലത്ത് ഞാനും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. YSKS തുടങ്ങിയവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു കിട്ടിയ അറിവ് വെച്ച് ഇങ്ങനെ ഈ ട്രാൻസ്പെറന്റ് ഗോൾഡും കൊണ്ടുള്ള വഴികളുള്ള ആ പട്ടണത്തിൽ 2 ഏക്കറിൽ പരം വസ്തു, കോടിക്കണക്കിന് വിശുദ്ധന്മാർ അവിടെ എത്തിയാലും പതിച്ചു നൽകപ്പെടത്തക്കവണ്ണം വലിപ്പമുള്ളതാണത്. എനിക്കതിൽ പുളകം തോന്നിയിട്ടുണ്ട്. അക്കാലത്ത് ഒരു ചെറിയ കുപ്പിവള പോലും ഇടുവാൻ അനുവാദമില്ലാത്ത ഈ കാലത്ത് കഴിയുന്നവർക്ക് അവിടെ ചെന്ന് ആ സുതാര്യമായ തങ്കം കൊണ്ടുണ്ടാക്കപ്പെട്ട വീഥികളിലൊക്കെ നടക്കാൻ കിട്ടുന്ന ഭാഗ്യം ഒരു കാലത്ത് ഞാൻ വലുതായി കണ്ടിരുന്നു. അവിടെ കിട്ടുന്ന 2 ഏക്കർ വസ്തുവൊക്കെ എനിക്ക് വലുതായി തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ല, അതിനേക്കാൾ വലുതൊന്നുണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. എനിക്കും നിങ്ങൾക്കും അവിടെ ചെന്ന് ചേരുവാൻ ഭാഗ്യമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ വീഥിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടോ ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ടോ അവിടെയുള്ള പണികളുടെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ടോ കഴിയുവാൻ ഒരു ഭക്തന് കഴിയുകയില്ല. കാരണം ചങ്കിലെ ചോര അവസാന തുള്ളി വരെയും അവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് ഘോരമായ പങ്കപ്പാടുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ച് ഒരു വലിയ വില നൽകി നമ്മെ വീണ്ടെടുത്ത പ്രാണനാഥന്റെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിൽ നിന്നും ഒരല്പം പോലും മാറി നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടവരികയില്ല. അവിടെയുള്ള പുതിയ യെരൂശലേമിന്റെ ശോഭ എനിക്കും നിങ്ങൾക്കും ആസ്വദിക്കുവാൻ നേരം കാണില്ല. ഇന്ന് പകലിൽ അതാണോ നമ്മുടെ പ്രത്യാശ? അതാണോ നമ്മുടെ പ്രത്യാശ? അതുമായി പറയുമ്പോൾ ഞാൻ 3 കാര്യങ്ങളാണ് സാധാരണ ഞാൻ ഓർപ്പിക്കാറുള്ളത്. ഒന്ന്, നമ്മുടെ ആ നിത്യജീവനുമായി ബന്ധപ്പെട്ട് 3 ഘടകങ്ങൾ നാം ഓർക്കണം. സ്തോത്രം. A threefold goal of a Christian who claims that he has eternal life. നിത്യജീവൻ തനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ഭക്തന് ത്രിമാനമായ ഏക ലക്ഷ്യമാണുള്ളത്. അത് ഞാൻ ഇങ്ങനെയാണ് തിരുവെഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒന്ന്, a hope to be with Christ who loved me more than himself. തന്നെക്കാൾ അധികം എനിക്ക് വിലമതിച്ച എന്റെ കർത്താവിനോട് കൂടെയുള്ള ഒരു വാസം. 2, to be like him. അവനെ പോലെയാകുവാനുള്ള ഒരു സാധ്യത. 3, അവിടെ ലഭിക്കുവാൻ പോകുന്ന കിരീടമോ സിംഹാസനമോ അല്ല, അവിടെ ലഭിക്കുവാൻ പോകുന്ന പതിച്ചു കിട്ടുന്ന സ്വർണ്ണ തെരുവീഥികളുള്ള സ്ഥലമല്ല, മറിച്ച് എനിക്ക് അവിടെ കിട്ടുവാൻ പോകുന്നത് മറ്റാരെയുമല്ല, ക്രിസ്തുവിനെ തന്നെ എന്റെ അവകാശമായി എനിക്ക് കിട്ടുവാൻ പോകുന്നു. എനിക്ക് ലഭിപ്പാൻ പോകുന്ന അവകാശം
കിരീടങ്ങളല്ല എനിക്ക് കിട്ടുവാൻ പോകുന്ന ഈ അവകാശം, സിംഹാസനങ്ങളല്ല എനിക്ക് കിട്ടുവാൻ പോകുന്ന പ്രതിഫലങ്ങൾ, ഭൂമിയമായ മറ്റൊന്നുമല്ല. പ്രത്യുത എനിക്ക് അവകാശം ലഭിക്കുന്നത് എന്റെ പ്രാണനാഥനിൽ എനിക്കൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയ അവകാശം ലഭിക്കുന്നു. അതാണ് നാം വെളിപ്പാട് 2:27 വായിക്കുന്നത്. ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല്, ജയിക്കുന്നവന് ഞാൻ ശുഭ്ര നക്ഷത്രം, ഉദയ നക്ഷത്രം അവകാശമായി കൊടുക്കും. 22:16 നാം വായിക്കുന്നു, ആ മോർണിംഗ് സ്റ്റാർ, ശുഭ്രമായ ഉദയ നക്ഷത്രം എന്ന് പറയുന്നത് ഉണ്ടാക്കപ്പെട്ട എന്തെങ്കിലുമല്ല. പ്രത്യുത കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു, അത് ഞാനാണ്. സ്തോത്രം, യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ നിത്യതയിൽ എനിക്കും നിങ്ങൾക്കും എന്താണ് സഹോദരങ്ങളെ ലഭിക്കുന്നത്? ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. നമുക്ക് തീർച്ചയായും സ്തോത്രം അവിടെ ചെന്നു ചേരുവാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു സിംഹാസനം ലഭിക്കും, നാം അതിൽ ഇരിക്കുമായിരിക്കും. അവൻ നമുക്ക് കിരീടങ്ങൾ നൽകും, പ്രതിഫലങ്ങൾ തരും. അതും ഒരുപക്ഷെ വാസ്തവമാകാം. എന്നാൽ എനിക്കും നിങ്ങൾക്കും പ്രതിഫലമായി ലഭിക്കുന്ന സിംഹാസനത്തിൽ കിരീടങ്ങൾ വെച്ചുകൊണ്ട് നാം ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ സ്തോത്രം, നടുവിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന വർണ്ണിക്കുവാൻ കഴിയാത്ത ഭാഷകൾക്ക് അതീതനായ മനോഹാരിതയുള്ള നമ്മുടെ കർത്താവിന്റെ സന്നിധാനത്തിങ്കൽ നാം പാട്ടുകൾ പാടുന്നത് പോലെ സിംഹാസനങ്ങളിൽ നിന്നും ഇറങ്ങി അവന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവന്റെ മുമ്പിൽ കിരീടങ്ങൾ ഊരിവെച്ച് അവന്റെ പാദങ്ങളിൽ സ്തോത്രം നമ്മുടെ നെറ്റി നിപതിപ്പിച്ചുകൊണ്ട് നാം അവിടെ വീണ് കിടന്നവനെ ആരാധിക്കും. അതാണ് ഞാനും നിങ്ങളും പാട്ടുപാടാറുള്ളത്. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ ആയവൻ അരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിത്യജീവൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ തിരിച്ചറിയേണ്ട വസ്തുതയുണ്ട്. മറ്റൊന്നുമല്ല ലഭിക്കുന്നത്. നിത്യജീവന്റെ ഉറവിടമായ ദൈവത്തെ നമ്മുടെ അവകാശമായി കിട്ടിയിട്ട് അവനോടുകൂടെ അവന്റെ തേജസ്സിനോട് അനുരൂപപ്പെട്ടവരായി അവന്റെ മഹത്വമുള്ള ദേഹത്തോട് അനുരൂപപ്പെട്ട അവസ്ഥയിൽ നിത്യത മുഴുവനും കഴിയുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിനേക്കാൾ വലുത് വേറെ വലുതുണ്ടോ? ഇത് നാം തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിൽ കിട്ടുന്ന ദാനങ്ങളിൽ നാം പ്രശംസിക്കില്ല. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന കാര്യങ്ങളിൽ നിരാശപ്പെടുകയുമില്ല. ഇത് രണ്ടുമില്ല. കാരണം ഇവയ്ക്ക് രണ്ടിനും അതീതമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കാഴ്ചപ്പാടാണോ നമ്മുടെ ദൃഷ്ടികളിൽ ഉള്ളത് സഹോദരങ്ങളെ? അങ്ങനെയാണെങ്കിൽ നാം കസേരയുടെ പുറകെ പോകില്ല, പണത്തിന്റെ പുറകെ പോകില്ല, ലോക സൗന്ദര്യങ്ങളിൽ നാം വിലമതിക്കുകയില്ല, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. ഈ പരിജ്ഞാനമാണ് നമ്മുടെ ദൃഷ്ടികളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ഈ 15ാമത്തെ കൺവെൻഷനിൽ, ഈ 2016ാമത്തെ ആണ്ടിൽ പ്രിയരെ, നമ്മുടെ ദൃഷ്ടികളിൽ ഈ ഒരു ദർശനം ദൈവം കുത്തി നിറയ്ക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയുമ്പോഴാണ് ഞാനും നിങ്ങളും പറയുന്നത്, എനിക്കുള്ളത് പോലും നഷ്ടപ്പെടുത്തുവാൻ ഞാൻ താല്പര്യമാണ്. നാം പാട്ട് പാടാറുണ്ടല്ലോ, സമയമാമരഥത്തിൽ പാട്ട് പാടുമ്പോ പാടും, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പമപ്പം വിശപ്പിന് സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അതേ സഹോദരങ്ങളെ, ഈ ദർശനം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ കർത്താവിനോട് കൂടെ, കർത്താവിനെ പോലെ, കർത്താവിനെ തന്നെ അവകാശമായി പ്രാപിച്ചുകൊണ്ട് വസിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഉള്ളത് മുഴുവനും ഭാരങ്ങൾ കൂടുന്നതിന് വലിച്ചു കൊണ്ടുപോകുന്നവരായിരിക്കുകയില്ല. അത് മുഴുവനും ഓരോന്നോരോന്നായി ഉരിഞ്ഞുകളഞ്ഞ് ആ കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരായിരിക്കും ഞാനും നിങ്ങളും. Praise the Lord, praise the Lord. ഈ പകലിൽ നമുക്കതിനായി സമർപ്പിക്കാം. പകരം നിത്യ നരകത്തിൽ നിത്യ ശിക്ഷാവധിയിലെത്തുന്നവർ, സ്തോത്രം, ഒത്തിരി ദുരുപദേശങ്ങളും ഈ കാലത്തൊക്കെ കേൾക്കാറുണ്ട്. സ്വർഗത്തിലും നരകത്തിലും ഒക്കെ ടൂറ് കഴിഞ്ഞ് വരുന്നവര് സിഡിയും പുസ്തകവും ഒക്കെ ഇറക്കാറുണ്ട്. അതിലൊക്കെ ഞാൻ കേൾക്കുകയും വായിക്കുകയും ചെയ്ത
ചില തെറ്റായ ഘടകങ്ങൾ ഒത്തിരി ഉണ്ട്. സ്തോത്രം. ചിലര് പറയുന്നത് നരകത്തിൽ ശിക്ഷിക്കുന്നത് സാത്താനാ. അവര് നരകത്തിൽ ചെന്നപ്പം സാത്താനും ദൂതന്മാരും കൂടെ നിന്ന് ചിലരെ തല്ലി ശരിയാക്കുന്നെന്ന്. ഒരു ചോദ്യം, നരകത്തിൽ ആരാ ശിക്ഷിക്കുന്നത്? ദൈവമാണോ സാത്താനാണോ? ഈ തിരുവെഴുത്ത് പറയുന്നു ദൈവത്തിന്റെ ക്രോധമാണ്, ദൈവത്തിന്റെ ശ്വാസമാണ് ഒരു ഗന്ധക നദി പോലെ നരകത്തെ കത്തിക്കുന്നത്. നരകത്തിലും ദൈവമായിരിക്കുന്നവൻ, ദൈവാധിപത്യം നടത്തുന്നവൻ സാത്താനല്ല, ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന നിത്യനായ ദൈവമാ. അങ്ങനെയെങ്കിലേ നമ്മുടെ ദൈവം സകല ദേവന്മാരിലും മേലായ ദൈവമായും സകലത്തിനും മീതെയുള്ളവനായും ഇരിക്കുന്നുള്ളൂ. സാത്താൻ പോലും നരകത്തിൽ ഭയങ്കര ശിക്ഷയല്ലേ? നരകത്തിൽ അവനെ പോലെ ശിക്ഷ അനുഭവിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അവന് തന്നെ ഇത്രയും വലിയ ശിക്ഷയിൽ കിടക്കുമ്പോൾ മറ്റുള്ളവരെ തല്ലാൻ അവനെവിടുന്ന നേരം ഇല്ല. ഏറ്റവും ചെറിയ സെല്ലിൽ ഏറ്റവും കടുത്ത ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നരകത്തിൽ കിടക്കുന്നത് വേറെ ഒരു മനുഷ്യനും ദൂതന്മാരുമായിരിക്കില്ല, സാക്ഷാൽ ലൂസിഫറായ സാത്താൻ തന്നെ ആയിരിക്കും. സ്തോത്രം. അവിടെ വീഴുന്ന ഓരോരുത്തരും ഇരുട്ടിന്റെ ചങ്ങലയാൽ ചങ്ങലയിടപ്പെട്ടവരായി തമ്മിൽ ഒന്ന് കണ്ട് അവിടുത്തെ അന്തേവാസികൾക്ക് പോലും ദുഃഖം പങ്കുവെക്കുവാൻ കഴിയാത്തതുപോലെ ഏകാന്തതയുടെ തടവറയിൽ ഇരുട്ടിന്റെ ഘോരതയുടെ മറവിലായിരിക്കും കഴിയുന്നത്. നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ സ്പർശിക്കത്തക്ക ഇരുട്ട് 3 ദിവസം മിസ്രയീം ദേശത്തുണ്ടായി. ആ മിസ്രയീം ദേശത്തുണ്ടായ സ്പർശിക്കത്തക്ക ഇരുട്ടിൽ അകപ്പെട്ടവരാരും ഒരിക്കലും ആ 3 ദിവസം ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റിട്ടില്ലെന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ബാത്റൂമിലെങ്ങാനും പോയപ്പോഴാണ് അവർക്ക് ആ ഇരുട്ട് തോന്നിയതെങ്കിൽ 3 ദിവസം അവർ അവിടെ തന്നെ ഇരുന്നു. അവിടെ നിന്ന് എഴുന്നേൽപ്പാൻ കഴിയാത്തതുപോലെ ഇരുട്ടുകൊണ്ട് ചങ്ങലയിട്ടു. അങ്ങനെ ഒരു അക്ഷരികമായ അവസ്ഥ ഭൂമിയിൽ 3 ദിവസം ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ ഒരു വലിയ അവസ്ഥയിലായിരിക്കും നരകത്തിലുള്ളത്. പ്രിയരെ, നരകത്തിലെ പീഡകളേക്കാൾ ഏറ്റവും ഘോരമായത് സ്വർഗത്തിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അസാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യത്തിന്റെ ഇല്ലായ്മയാണ്. അങ്ങനെയെങ്കിൽ ആ നരകത്തിലേക്ക് നാം ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഈ ജീവകാലത്ത് തന്നെ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ ജീവിതത്തിൽ സ്വീകരിച്ച് പാപങ്ങളിൽ നിന്നും ആമേൻ വഴിമാറി നിത്യജീവനിലേക്ക് വഴിതിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് നടന്നെടുക്കുക ഈ പകൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്കിന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. ഈ യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപങ്ങളിൽ ജീവിതം കഴിക്കുന്നവരുണ്ടെങ്കിൽ, ഈ യാത്രയുടെ അവസാനം നിത്യ നരകമായിരിക്കും, നിത്യ ശിക്ഷാവിധിയായിരിക്കും, നിത്യ മരണമായിരിക്കും. അവിടെ ദൈവ സാന്നിധ്യം ലേശമില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായും കർത്താവായുമായി നാം സ്വീകരിക്കുകയും വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും വിശുദ്ധിയിലും വേർപാടിലും നാം ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയരെ, എനിക്കും നിങ്ങൾക്കും ഒരു നിത്യത ഒരുങ്ങുന്നുണ്ട്, ഒരു നിത്യജീവൻ നമുക്കുണ്ട്. ആ നിത്യജീവന്റെ ശ്രേഷ്ഠത നാം കേട്ടുകഴിഞ്ഞു. ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ്. ഈ പകലിൽ നമുക്കതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് ആ നിത്യജീവൻ നമുക്ക് നൽകേണ്ടതിന് മേഘങ്ങളിൽ എത്രയും പെട്ടെന്ന് വരുവാൻ കാലമെടുത്തു. സ്തോത്രം. ക്രൂശിൽ ഒരു മുൾമുടി അണിഞ്ഞുകൊണ്ട് മരിച്ചവൻ അനേകം രാജമുടികൾ അണിഞ്ഞുകൊണ്ട് വരുവാൻ കാലമെടുത്തു. ക്രൂശിൽ നഗ്നതയേറ്റു മരിച്ചവൻ തേജസ് ഉടുത്തവനായി മേഘങ്ങളിൽ വരുവാൻ കാലമെടുത്തു. ന്യായാധിപന്മാരുടെ മുമ്പിൽ വാപൂട്ടി കുഞ്ഞാടിനെ പോലെ നിന്നവൻ വായിൽ ഇരുവായ്ത്തല വാളുമായി വരുവാൻ കാലമെടുത്തു. കാരിലും പാണികൾക്ക് വേണ്ടി കൈകളെ ഏൽപ്പിച്ചു കൊടുത്തവൻ ജാതികളെ ഭരിക്കുവാനുള്ള ഇരുമ്പ് കോലുമായി വെളിപ്പെടുവാൻ സമയമെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നഗ്നമായ പാദങ്ങളുമായി വല്ലാത്ത വഴിയിലൂടെ നടന്ന് കാലിലും പാണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കാലുകൾ വെള്ളോട്ടിന് സദൃശ്യമായ മഹത്വത്തോടും ശക്തിയോടും കൂടെ വെളിപ്പെടാൻ കാലമെടുത്തു. യഹൂദന്മാരാൽ കണ്ണുകെട്ടപ്പെട്ട് ആമീൻ ഇടികൊണ്ട മുഖത്ത് ഇനിയും തുപ്പലും
ഇടിയുടെ പാടുമല്ല, മധ്യാഹ്ന സൂര്യനെ വെല്ലുന്ന ശോഭയോടുകൂടെ അവൻ വെളിപ്പെടുവാൻ കാലമെടുത്തു. അവൻ പടയാളികളുടെ കറുത്ത തുണികൾ കെട്ടിമൂടിയ കണ്ണുകൾ ഇനിയും കെട്ടിമൂടുവാൻ കഴിയാത്തതായി അഗ്നിജ്വാലയ്ക്കൊത്തതുപോലെ തിളങ്ങുന്നതായി വെളിപ്പെടുവാൻ കാലമെടുത്തിരിക്കുന്നു. അന്ന് കാൽവറിയിലേക്ക് അവർ ഏകനായി നടന്നുപോയെങ്കിൽ ഇനിയും അവർ ഏകനായിട്ടല്ല വരുന്നത്. സ്വർഗത്തിലെ സൈന്യം മുഴുവനും വെള്ള കുതിരപ്പുറത്ത് കയറി അവരെ അനുഗമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് പീലാത്തോസ് തെറ്റിയാണ് മേൽ എഴുതി വെച്ചത് യഹൂദന്മാരുടെ രാജാവെന്ന്. ആ എഴുത്ത് മാറ്റുവാൻ വേണ്ടി യഹൂദന്മാർ ശ്രമിച്ചെങ്കിലും ഇനിയും അങ്ങനത്തെ ഒരവസ്ഥയില്ലാതെ ഉടുപ്പിന്മേലും തുടമേലും രാജാധിരാജാവെന്നും കർത്താധികർത്താവെന്നുമുള്ള എഴുത്തുകളോടുകൂടെ അവൻ ലോക ഭരണം ഏറ്റെടുക്കുവാൻ വരുവാൻ കാലമെടുത്തു. അത് നമ്മുടെ പ്രത്യാശയാണോ? എന്തിനേറെ പറയുന്നു, ഇന്ന് പകലിൽ യോഗം കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ല. പക്ഷേ നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ തേജസ്സോടുകൂടെ രാജാധിരാജാവായും മണവാളനായും വെളിപ്പെടും എന്നത് ഈ തിരുവഴുത്ത് ഗ്യാരണ്ടിയോടുകൂടെ ഉറപ്പു തരിക. ഞാൻ പലപ്പോഴും ഈ വരവിനെ നോർത്ത് ഇന്ത്യയുമായിട്ട് ബന്ധമുള്ളവർക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വിവാഹത്തോട് ഉപമിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യ, നമ്മുടെയൊക്കെ കല്യാണം നടക്കുന്നത് ചെറുക്കൻ്റെ വീട്ടിലാണ്, ചെറുക്കന്റെ ഭാഗത്താണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ തിരിച്ച പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കൻ ചെല്ലുകയാ. ആ ചെല്ലുന്നത് എത്ര പാവപ്പെട്ട മണവാളൻ ചെറുക്കനായാലും അവൻ മിണ്ടാതല്ല ചെല്ലുന്നത്, വളരെ ആരവാരത്തോടു കൂടെയാ ചെല്ലുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഈ ലോകത്തെ മുഴുവനും വിലയ്ക്ക് വാങ്ങുവാനും അതിനപ്പുറവുമായുള്ള വിലയുള്ള രക്തം കൊടുത്ത അഖിലാണ്ടത്തിന്റെ ഉടയവന്റെ വിവാഹം നടക്കുന്നത് മൗനമായിട്ടായിരിക്കില്ല. 1 തെസ്സലോനി 4:16 പറയുന്നു, കർത്താവിന്റെ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളവും തുടങ്ങിയുള്ള മഹാശബ്ദത്തിന്റെ അകമ്പടിയോടുകൂടെ ആയിരിക്കും വരുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു മണവാളൻ പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ എത്ര പാവപ്പെട്ടവനായാലും വാടകയ്ക്കെങ്കിലും എടുക്കുന്ന കുതിരപ്പുറത്ത് ഒരു രാത്രിയിലെ രാജാവായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ദൂല ജോ ഹൈ ഏക് രാത് കാ രാജാ ഹൈ. ഒരു രാത്രിയിലെ രാജാവാണ് മണവാളൻ എന്നൊരു ചൊല്ല് നോർത്ത് ഇന്ത്യയിലുണ്ട്. കാരണം ഇവൻ പോകുന്നത് ഭാടേക്ക് ഘോടേപ്പ് ഹൈ, വാടകയ്ക്കെടുത്ത കുതിരപ്പുറത്ത് ഒരുപക്ഷെ ബേസ് ബോർഡ് കൊണ്ടുണ്ടാക്കിയ കിരീടം വെച്ച്, ബേസ് ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അലൂമിനിയം ഫോയിൽ പേപ്പർ പൊതിഞ്ഞ വാളും ധരിച്ച് ഇവൻ പോകുന്നു. ഒറ്റ രാത്രിയിലേക്കാ. സന്ധിക്കാൻ അവിടെ കല്യാണം. രാവിലെ നോക്കിയാൽ ഇവന്റെ കിരീടമൊക്കെ അവിടുത്തെ പിള്ളേരെടുത്ത് കളിക്കുന്നത് കാണാം. അത്രേ ഉള്ളൂ. എന്നാൽ അങ്ങനെയെങ്കിൽ സ്വന്തം രക്തം സ്ത്രീധനമായി തന്ന്, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 5.5 ലിറ്ററിലധികം രക്തം ശരീരത്തേത് അവസാന തുള്ളി വരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്ത്രീധനമായി ഒഴുക്കി തന്നിട്ട് നമ്മെ തേജസ്സോടെ തന്റെ മുമ്പാകെ നിർത്തുവാൻ വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തു പോയ മണവാളൻ തന്റെ ഉറപ്പിൻ പ്രകാരം സ്തോത്രം ബാറാത്തിലേക്ക് തന്റെ പരിവാര സമേതം മണവാളനായി വരുമ്പോൾ സ്തോത്രം വാടകയ്ക്കെടുത്ത കുതിരപ്പുറത്തല്ല, ഒരു രാത്രിയിലെ രാജാവായിട്ടല്ല അവൻ വരുന്നത്. അവൻ സ്വർഗീയ അശ്വങ്ങളെ വാഹനമാക്കിക്കൊണ്ട് രാജാധിരാജാവായി, നിത്യ രാജാവായി, നിത്യ ന്യായാധിപനായി മേഘങ്ങളിൽ വെളിപ്പെടാറായി അവനുമായിട്ട് ഒരുമിച്ച് വസിപ്പാനുള്ള ഭാഗ്യമാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് ഗ്യാരണ്ടി ആയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതാണോ നമ്മുടെ ധ്യാനം? ഈ പകൽ അത് നമ്മുടെ ധ്യാനമാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ലഭിക്കാൻ പോകുന്നത് MP സ്ഥാനവും MLA സ്ഥാനവുമായിരിക്കില്ല. എനിക്കും നിങ്ങൾക്കും US-ലേക്കും UK-യിലേക്കും ഒരു മൈഗ്രേഷൻ ആയിരിക്കില്ല ലഭിക്കാൻ പോകുന്നത്. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഉടുതുണി പോലും നമ്മിൽ നിന്നും വലിച്ചു മാറ്റപ്പെട്ടാലും, നമ്മുടെ തല ശരീരത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ടാലും, നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചാലും, നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും നമ്മെ മാനിച്ചില്ലെങ്കിലും എനിക്കും നിങ്ങൾക്കും ഒരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മുടെ മണവാളൻ വരും. അന്ന് നാം അവനോടുകൂടെ അവനെ പോലെ അവനെ തന്നെ അവകാശം പ്രാപിച്ചുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ.
ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സ്തോത്രം, വാഗ്ദത്തം ലഭിച്ചവരും പ്രത്യാശയുള്ളവരും തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.